ഹല്ലേലൂയ. നിനക്കൊരു ആവശ്യം വരുമ്പോൾ, നിനക്കൊരു പ്രതികൂലം വരുമ്പോൾ, നിനക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നീ വചനത്തിൽ അങ്ങ് ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോ വചനത്തിനകത്ത് ഒരു വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു എങ്കിൽ ആ വചനം എന്ത് ചെയ്യുകയാണ്? ആ വ്യക്തിക്ക് വേണ്ടി വെളിപ്പെടാൻ തുടങ്ങും. ആ വചനത്തിനകത്തുള്ള 3 കാര്യം വെളിപ്പെടും. 1, ശക്തി വെളിപ്പെടും. എന്താ ചെയ്യുന്നത്? ശക്തി വെളിപ്പെടും. 2, പരിശുദ്ധാത്മാവ് വെളിപ്പെടും. 3, നിശ്ചയദാർഢ്യം വെളിപ്പെടും. ഉറപ്പ് വെളിപ്പെടും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഏത് കാര്യത്തിനകത്തും ഈ വചനത്തിനകത്ത് ഈ 3 കാര്യം സംഭവിക്കും. വിശ്വസിച്ചുകൊണ്ട് നീ ഈ കാട്ടത്തിയോട് കടലിൽ ചെന്ന് നടുക എന്ന് കൽപ്പിച്ചാൽ അത് സംഭവിക്കും. എങ്ങനെയാണ്? വിശ്വസിച്ചുകൊണ്ട് ഈ കാട്ടത്തിയോട് നീ കടലിൽ ചെന്ന് നടുക എന്ന് കൽപ്പിച്ചാൽ അവ അങ്ങനെ സംഭവിച്ചിരിക്കും. എന്താ കാര്യം സംഭവിക്കുന്നത്? നിന്റെ വാക്കിന്റെ മഹിമ കൊണ്ടല്ല സംഭവിക്കുന്നത്. നീ വിശ്വസിക്കുന്ന വചനത്തിൽ ഒരു പ്രവൃത്തിയുണ്ട്. അത്യുന്നതന്റെ പ്രവൃത്തി, മഹിമയുള്ളവന്റെ പ്രവൃത്തി. ആ പ്രവൃത്തിയാണ് ഈ 3 കാര്യം ചെയ്തെടുക്കുന്നത്. ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് തരികയാണ്. ശക്തി വെളിപ്പെടുത്തുന്നത്, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത്, നിശ്ചയദാർഢ്യം വെളിപ്പെടുത്തുന്നത്. ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. ഹല്ലേലൂയ. ദൈവം നമ്മോടുകൂടെ യഹോവയാ. ദൈവം നമ്മോടുകൂടെ. ദൈവം നമ്മോട് കൂടെ